ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എസ് എസ് സി മലയാളി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളിൽ ഭൂരിഭാഗം പേരും വളരെ പ്രത്യേകിച്ച് എസ് എസ് സി ജി ഡി എം ടി എസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിനായി കാത്തിരിക്കുന്നവരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ആശങ്കയിലായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി എസ് എസ് സി എക്സാമുകൾക്ക് ഗണ്യമായിട്ടുള്ളൊരു കാലതാമസം സംഭവിച്ചിട്ടുണ്ട്. പല എക്സാമുകളും നടത്താൻ ഉദ്ദേശിച്ച സമയത്തൊന്നും അല്ല നടത്തപ്പെട്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് പേര് കാത്തിരിക്കുന്ന MTS എക്സാം. യഥാർത്ഥത്തിൽ ആ എക്സാം ഒക്കെ കഴിഞ്ഞ വർഷത്തിന്റെ അവസാന ഘട്ടത്തിന് വളരെ മുന്നേ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു വൈകിപ്പിക്കൽ, ഒരു കാലതാമസം പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, MTS എക്സാം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുമോ? MT സംഭവിച്ചാലല്ലേ GD ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷമല്ലേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് നാളുകൾ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ അനവധി സംശയങ്ങൾ ഈ ഒരു ടൈമിൽ ഒരുപാട് പേര് അലട്ടിയിരുന്നു. ഇപ്പോഴത്തെ ഈ പുതുവത്സരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഈ എല്ലാ കൺസേൺസിനും എല്ലാ സംശയങ്ങൾക്കും ഒരു വ്യക്തത SSC വരുത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഡേറ്റ്സ് ഇപ്പോഴത്തെ ഒരു നോട്ടിഫിക്കേഷനിലൂടെ SSC പുറത്തുവിട്ടിട്ടുണ്ട്. വി ഹാവ് സ്പെസിഫിക് ഡേറ്റ്സ്. നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ പ്രധാനപ്പെട്ട തീയതികളാണ് നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ആ നോട്ടിഫിക്കേഷന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. മൂവിങ് ഓൺ ടു ദ നോട്ടിഫിക്കേഷൻ. ആദ്യമേ തന്നെ ഒരുപാട് പേര് പ്രതീക്ഷയുടെ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഗവൺമെന്റ് ഓഫീസുകളിലേക്കും സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലേക്കും ഹവിൽദാർ പോസ്റ്റുകളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള MTS പരീക്ഷ ഇവിടെ കൃത്യമായ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കൃത്യം ഫെബ്രുവരി 4 തന്നെ തുടങ്ങും. ഫെബ്രുവരി 4 എന്ന ഒരു ഡേറ്റ് ഓർത്തു വെക്കുക. അപ്പോഴാണ് നമ്മുടെ MTS പരീക്ഷ തുടങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ സെൽഫ് സ്ലോട്ടിങ്ങിന്റെ ഡേറ്റും കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ജനുവരി 15 ആണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പങ്ക്ച്വലായിട്ട് അവിടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചെടുക്കാനും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെ കൃത്യമായ റിവിഷനോടുകൂടിയും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസോടും കൂടിയും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ നമ്മുടെ മുമ്പിൽ ഈ ദിവസവും കൂടി കൂട്ടിയിട്ട് ഏതാണ്ട് ഒരു 10-32 ദിവസങ്ങളാണ് ഇനി മുമ്പിലുള്ളത്. അത് വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കുക. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അത്രയും നെസസിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ MTS പരീക്ഷ എന്നുള്ളത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലടാ, ഒറ്റ പരീക്ഷയുള്ളൂ. ആ പരീക്ഷ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാം സ്ട്രക്ചറും സിലബസും ഉള്ള മറ്റൊരു SSC പരീക്ഷയില്ല. ഒന്നാമത് ഒറ്റ പരീക്ഷയുള്ളൂ. രണ്ടാമത്തത് എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. പിന്നെ ആ എക്സാം പാറ്റേണിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതൊന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റ എക്സാം മാത്രമേ ഈ MTSനുള്ളൂ. നമ്മളത് പാസ്സായാൽ മാത്രം മതി. ആ എക്സാമിനെ 2 സെക്ഷൻ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ സെക്ഷൻ 1 നമ്മുടെ പ്രിയപ്പെട്ട വിഷയം, എന്നാൽ മറ്റു ചിലർ വളരെ വിഷമത്തോടെ കാണുന്ന മാത്സും റീസണിങ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. മാത്സും റീസണിങ്ങും. അപ്പൊ അതിൽ നിന്ന് രണ്ടിലും കൂടിയിട്ട് 40 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിന് 3 മാർക്ക് വീതം, അങ്ങനെ 120 മാർക്കാണ് ഇതിൽ വരുന്നത്. സെക്ഷൻ 2 നമ്മുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ നോളജും ഉൾപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്ന് ഓരോ വിഭാഗത്തിൽ നിന്നും 25 ചോദ്യങ്ങൾ വീതം, അങ്ങനെ മൊത്തത്തില് 50 ചോദ്യം. ഇവിടെ 3 മാർക്ക് തന്നെയാണ് കേട്ടോ ഓരോ ചോദ്യത്തിനും. അങ്ങനെ 150 ആണ്. ഇവിടെ ഈ എക്സാം സ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ 1 എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. മാത്രമല്ല അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. നോ നെഗറ്റീവ് മാർക്ക്. നിങ്ങൾക്ക് വേണേൽ 40 ചോദ്യം അറ്റൻഡ് ചെയ്യാം, ഒരു വിഷയമില്ല. 40 ചോദ്യം അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഈ 120ൽ ഒരു 30-40% മാർക്ക് മാത്രം വാങ്ങിയാൽ മതി. അത് മാത്രമേ അവർ നോക്കുകയുള്ളൂ. നിങ്ങൾ 120ൽ 120 വാങ്ങിയാലും 120ൽ ഈ നിശ്ചിത മാർക്ക് വാങ്ങിയാലും ഏതാണ്ട് ഒരേ പരിഗണന തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് ഈ 150 മാർക്കിൽ നമ്മൾ എത്ര സ്കോർ ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു 30 ദിവസം നിങ്ങൾ പരമാവധി ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഇത് കുഴപ്പമില്ല. അത്യാവശ്യം വിവരമുള്ള, അത്യാവശ്യം റീസണിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പരമാവധി ഇംഗ്ലീഷിൽ ഒരുപക്ഷെ വൊക്കാബുലറി ഒക്കെ പണ്ട് പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, മറവിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക, ഒന്ന് പൊടി തട്ടിയെടുക്കുക. അതേപോലെ GKയുടെ കേസിലാണെങ്കിൽ സ്റ്റാറ്റിക് GK പഠിക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് അത് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ പഠിച്ചെടുക്കുക. അങ്ങനെ നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ മുമ്പോട്ടേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി യൂണിഫോം പോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർ കാത്തിരുന്ന ഒരു എക്സാം ആണ് നമ്മുടെ SSC GD എക്സാം, സെൻട്രൽ ആംഡ് പോലീസ്.
Forces and SSF and Rifleman in Assam Rifles Examination 2026. GD സംഭവിക്കുന്നത് SSC പറയുന്നത് പ്രകാരം ഇത് എന്താണ് നമ്മുടെ MTS പരീക്ഷ കഴിഞ്ഞ ഉടനെ 23-ാം തീയതി ഫെബ്രുവരിയാണ്. ശ്രദ്ധിക്കുക, 23-ാം തീയതി ഫെബ്രുവരി. ഇവിടെ ടെൻഡേറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് താൽക്കാലിക ഡേറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ലോട്ട് സെൽഫ് സ്ലോട്ടിങ്ങിന്റെ ഡേറ്റ് പിന്നീട് അറിയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ ഡേറ്റ് അവിടെ കൊടുത്തിട്ടില്ല, വഴിയെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളിത് മാർച്ച് വരെയൊക്കെ നീണ്ടുപോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഭിന്നമാക്കിക്കൊണ്ട് അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് 23-ാം തീയതി എന്നൊരു ഡേറ്റ് ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവിടെ ടെൻഡേറ്റീവ് എന്ന് കൊടുത്തത് കൊണ്ടും സെൽഫ് സ്ലോട്ടിങ്ങിന്റെ ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ടും ഒരു പക്ഷേ ഒരു പോസിറ്റീവ് വെളിച്ചത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതൊരു പ്രതീക്ഷ മാത്രമാണ്, ആധികാരികമായിട്ട് പറയുന്നതെല്ലാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട്, ടെൻഡേറ്റീവ് എന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. വിദൂര സാധ്യതയെക്കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്, ഉറപ്പിച്ച് പറയുന്നതല്ല. നമുക്കൊരു SSCയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. സാധാരണ അവരൊരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റിൽ തന്നെ, അല്ല അതുമായിട്ട് തൊട്ടടുത്ത കിടക്കുന്ന ഡേറ്റുകളിൽ തന്നെ അവർ എക്സാം നടത്തും. അതാണ് SSCയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ബട്ട് വി സ്റ്റിൽ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഡേറ്റ് കണക്കാക്കി തന്നെ നമ്മൾ പഠിക്കുക. അപ്പം SSC GD എക്സാമിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. അപ്പം ഓരോ വിഭാഗത്തിൽ നിന്നും 20 ചോദ്യങ്ങൾ വീതമുണ്ട്. അങ്ങനെ 4 വിഭാഗത്തിൽ നിന്ന് 80 ചോദ്യങ്ങൾ, മൊത്തം 160 മാർക്കാണ് അതിനകത്ത് വരുന്നത്. ഓരോ വിഷയത്തിനും തുല്യ പ്രാധാന്യമാണ്. ഈ 160 മാർക്കിൽ പരമാവധി മാർക്ക് വാങ്ങാൻ നമ്മളെ തന്നെ പാകപ്പെടുത്തി എടുക്കാൻ നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 40 ദിവസങ്ങളാണ്. 30-40 ദിവസങ്ങളാണ്. അപ്പം ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കണം. അപ്പം ഇനി സമയമുണ്ട്, GD എക്സാം ഒക്കെ അല്ലേ, അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി പിടിക്കാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങളെ വലിയൊരു കുഴിയിലേക്ക്, വലിയ അപകടത്തിലേക്ക് നയിക്കും. അങ്ങനെ അത്തരം ചിന്തകളൊക്കെ ആരെങ്കിലും താലോലിക്കുന്നുണ്ടെങ്കിൽ അവരോട് വളരെ പച്ചയ്ക്ക് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയാണ്, മൈ ഡിയർ വൺസ്, യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കണം നമ്മളെ സംബന്ധിച്ച്. ഏതാണ്ട് ഒരു ദിവസത്തിന്റെ ഒരു 12 മണിക്കൂറിലധികം നിങ്ങൾ ഈ SSC GD പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക. ഡു ഓർ ഡൈ എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടി വേണം ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് പോകാൻ. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിടാ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിവുള്ള ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഉണ്ടാവണമെന്നേ. എന്നാൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും എന്നും കൂട്ടായിട്ട് അതിന് ചുക്കാൻ പിടിക്കാൻ എപ്പോഴും SSC മലയാളി നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഓക്കെ, അപ്പം ഇനിയുള്ള ഒരു 40 ദിവസം ഉണ്ടല്ലേ, ഞാൻ 40 ദിവസത്തിന്റെ ഒരു കണക്ക് പറഞ്ഞു, അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. അപ്പൊ 40 ദിവസത്തിന്റെ യാത്ര ഏറ്റവും മീനിങ് ഫുൾ ആക്കാനും മികച്ച ക്ലാസ്സുകളുടെ പിൻബലത്തോടു കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് പോഷിപ്പിച്ചെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു SSC GD 2026 വേഗ ക്രാഷ് ബാച്ച്. നമ്മുടെ SSC മലയാളി പുതിയതായിട്ട് തുടങ്ങിയൊരു ക്രാഷ് ബാച്ച് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ, ജനുവരി 5 വരെയുള്ള ടൈമിൽ 500 രൂപ ഓഫ് ഉണ്ട്. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു പ്ലാറ്റ്ഫോമിലും ഈ ഒരു 1500 രൂപയ്ക്ക് ഒരു ക്രാഷ് കോഴ്സ് ഓഫർ ചെയ്യും. അത്രയും ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സിന്റെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണ്, പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ചെറിയൊരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് കോഴ്സിലൊക്കെ പോയിരുന്നു, ഓഫ്ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നിരുന്നു, പിന്നെ അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു, ഒരു ഗ്യാപ്പ് വന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു, എനിക്ക് ഭയങ്കര കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, ചില വിഷയങ്ങൾ ഓക്കെയാണ് എന്നാൽ മറ്റു ചില വിഷയങ്ങൾ ഓക്കെ അല്ല എന്ന് കരുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രാഷ് കോഴ്സ്. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. അപ്പം മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 സെഷൻസ് ഉണ്ടാവും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, കൃത്യ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഷെഡ്യൂൾ തരും. പരമാവധി നിങ്ങളുടെ എന്താണ് പറയുക, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ക്ലാസ് വരുന്ന രീതിയിലായിരിക്കും അത് ക്രമീകരിച്ചിട്ടുണ്ടാവും. ഒന്നാമത് ക്രാഷ് ബാച്ച് ആണ്, ലിമിറ്റഡ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക.
PYQ ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും. നമുക്കറിയാം SSCക്ക് ആ ഒരു SSC GD എക്സാമിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാകണമെങ്കിൽ നമ്മൾ PYQ റെഫർ ചെയ്യണം. അപ്പോൾ ആ PYQനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം പാറ്റേൺ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിറഞ്ഞ ക്ലാസ്സുകളായിരിക്കും. പിന്നെ ഈ GKയിലും ഇംഗ്ലീഷിലും മാത്സിലും റീസണിങ്ങിലും ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളെ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടടാ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് SSC GDയിലൊക്കെ വരും. ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചധികം ഫോക്കസ് കൊടുത്ത് പഠിക്കണമെന്നേ. മേജറും മൈനറും ആയിട്ടുള്ള ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പഠിക്കാം, നിങ്ങൾ വൊക്കാബുലറി പഠിക്കുക. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട. പലർക്കും ഒരു പേടി വരുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു 40 ദിവസത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷിന്റെ മൊത്തം സിലബസ് ക്രാഷ് ബാച്ച് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, മൊത്തം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വാക്കാണ്. കാരണം ഞാൻ എടുക്കുന്നതാണ്, എന്റെ ബാച്ചാണ്, ഞാൻ എടുക്കുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൊക്കെ ചേരാം കേട്ടോ. ഓക്കെ, യെസ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ PDF നോട്ട്സ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും സാറുമാരും ഉണ്ട്. അതുപോലെ തന്നെ മെന്റേഴ്സും ഉണ്ടാകും കേട്ടോ. അപ്പം മൊത്തത്തിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു പവർ പാക്ഡ് ആയിട്ട് അവസാന ലാപ്പിൽ ഒരു ബൂസ്റ്റർ ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾക്കൊക്കെ ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് വിളിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ കൂടെ നമ്മുടെ കോഴ്സിന്റെ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ടെൻഷൻ ആകാതിരിക്കുക, നന്നായിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പാർട്ട് ഫ്രം സ്റ്റഡിങ്. ഓക്കെ, അപ്പൊ ആത്യന്തികമായിട്ട് ഇത്ര ഒരു ചോദ്യത്തിന് മാത്രം നമ്മൾ ഉത്തരം കൊടുത്താൽ മതി. ഞാൻ എൻ്റെ 100% കൊടുത്തോ? ആ ഒരു ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ചിട്ടൊന്ന് പറയാ, 2026 തന്നെ ഞാൻ ഒരു ജോലി പ്രവേശിക്കും. 2026 തന്നെ ഞാനൊരു ജോലി പ്രവേശിക്കും. അപ്പൊ അതാകട്ടെ നമ്മുടെ ഒരു തീരുമാനം. നമുക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോയിലൊക്കെ കാണാം കേട്ടോ.